and this is Sims Education Center Malappuram. So we are dealing with the paper, major paper 1, prose. So the 12th chapter, A Book That Influenced Me by E.M. Forster. Summary. The essay, A Book That Influenced Me, is taken from Forster's Two Cheers for Democracy, which contains essays on wide-ranging topics. In the present essay, he says that Samuel Butler's Erewhon is the book which has exercised a strong influence on him. അപ്പോൾ ഈ ഒരു എസ്സേ A Book That Influenced Me എന്നുള്ളത് ഫ്രോസ്റ്ററിൻ്റെ ടു ചിയേഴ്സ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിലൊരുപാട് എസ്സേസ് ഉണ്ട്, പല തരത്തിലുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എസ്സേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ സാമുവൽ ബട്ട്ലറിൻ്റെ എറോൺ എന്നുള്ളൊരു ബുക്കില്ലേ, അത് അദ്ദേഹത്തിനെ നമ്മുടെ E.M. ഫോസ്റ്ററിനെ ഒരുപാട് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇത് ഇൻട്രസ്റ്റ് മീൻസ് ആ ഒരു ബുക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. Forster begins his essay by stating that great classics will be readers' choice if asked to mention the books which influenced him most. Forster says that he has impressed by three monumental books, namely Dante's Divine Comedy, Gibbon's Decline and Fall, and Tolstoy's War and Peace. Such great books may strike the readers with their grandeur, but one cannot say that they would influence an avid reader. So, he says that a book can influence a person when he is ready to absorb the contents of the book. In a way, his book will enlarge his vision and understanding. Only such books can be said to have influenced a person. Sometimes after reading such books, one may get the feeling that he could have written such a book. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ, ഫോസ്റ്റർ നമ്മുടെ ഈ ഒരു എസ്സേ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ബുക്കിനെ കുറിച്ച് പറയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ക്ലാസിക് വർക്ക്സ് ഒക്കെ ആയിരിക്കും എല്ലാവരും പറയുക. പക്ഷേ ഫോസ്റ്റർ പറയണ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 3 ബുക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡാന്റെയുടെ ഡിവൈൻ കോമഡി, അടുത്തത് ഗിബന്റെ ഡിക്ലൈൻ ആൻഡ് ഫോള്, നെക്സ്റ്റ് വൺ ടോൾസ്റ്റോയ്സ് വാർ ആൻഡ് പീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രേറ്റ് ബുക്സൊക്കെ റീഡേഴ്സ് വായിക്കുന്നത് അതിനൊക്കെ ഒരുപാട് ഈ ബുക്സിന് ഒരുപാട് മഹത്വം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യം വായിക്കാനായിട്ട് ഒരാൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നല്ല ഉത്സാഹത്തോടെ ആണെങ്കിൽ മാത്രമേ ആ ഒരു പുസ്തകം ആ ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെന്ന് കരുതുക, നമുക്ക് എന്താ പറയുക, അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊള്ളാനുള്ള ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ വളരെയധികം താല്പര്യത്തോടു കൂടി വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനായിട്ട് ഉണ്ടാവും. So he says that a book can influence a person when he is ready to absorb the contents of the book. അപ്പോൾ ഒരാളെ ഒരു പുസ്തകം ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ ആ ബുക്കിലെ കണ്ടൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ബുക്ക് വായിക്കുന്നതിലൂടെ അയാൾക്ക് ഒരുപാട് ഒരു പ്രചോദനം ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. In a way, his book can be said to have influenced his book will enlarge his vision and understanding. അപ്പോൾ എന്താണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിഷൻ, ഓരോരുത്തരെ മനസ്സിലാക്കുന്നതും ഒക്കെ ലക്ഷ്യവും മനസ്സിലാക്കുന്നതും ഒക്കെ അതിനെ വലുതാക്കാനായിട്ട് അത് സഹായിക്കുക അദ്ദേഹത്തിൻ്റെ പുസ്തകം. Only such books can be said to have influenced a person. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളെ ഒരു വ്യക്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. Sometimes after reading such books, one may get the feeling that he could have written such a book. അപ്പോൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാനാണ് ഈ പുസ്തകം എഴുതിയത്, എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കഴിയല്ലോ, അങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടാവാം. Forster admits that Samuel Butler's Erewhon has influenced him deeply. He gives an outline of the story. The hero of the novel is a scamp who lives for a distant colony with the aim of converting the natives to Christianity. അപ്പോൾ ഇതിൻ്റെ ഒരു സാമുവൽ ബട്ട്ലറിൻ്റെ എറോൺ എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സ്റ്റോറിയുടെ ഔട്ട്ലൈൻ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ നോവലിലെ ഹീറോ പറയുന്നത് സ്കാം എന്ന് പറഞ്ഞാൽ ഈ അഴിമതിയൊക്കെ നടത്തുന്ന ആളെന്നാണ് പറയണത്. അദ്ദേഹം ഒരു ദൂരെയുള്ളൊരു കോളനിയിൽ പോവുകയാണ്, അവിടെയുള്ള നേറ്റീവ്സിനെ, അവിടെ താമസിക്കുന്ന ആളുകളെ ക്രിസ്ത്യൻസ് ആക്കിയിട്ട് മതം മാറ്റാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്.
അപ്പോൾ he find it strange land where one can find huge and frightful statues with hollow heads through which the wind makes the noises. അപ്പം അവിടെ ചെന്നപ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു അവിടുത്തെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എന്താണ് പറയുക, വലിയ നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്, പ്രതിമകൾ പോലത്തെ സാധനങ്ങൾ, പ്രതിമകൾ അങ്ങനെ തന്നെ പറയാം. അതുപോലെ തന്നെ വിത്ത് ഹോളോ ഹെഡ്സ്, കാരണം ഉള്ളു പൊള്ളയായിട്ടുള്ള തലയോട് കൂടിയിട്ടുള്ള ഇതായിരുന്നു അത്, ഈ ഒരു സ്റ്റാച്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കാറ്റടിക്കുമ്പം ഇങ്ങനെ നോയ്സ് ഉണ്ടാവും അത്രേ, ഈ തലയൊക്കെ പൊള്ളയായതുകൊണ്ട്. Soon he is imprisoned by the guards of the kingdom. The offense committed by him is his possession of watch. അപ്പം അദ്ദേഹത്തിന് ആ രാജ്യത്തെ ഗാർഡ്സ് എല്ലാവരും കൂടെ അദ്ദേഹത്തിന് ജയിലിലടച്ചു. അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പറയണത് എന്താണ്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആയിരുന്നു, കൈവശം ഉണ്ടായിരുന്ന ഒരു വാച്ചായിരുന്നു എന്നാണ് പറയണത്. അപ്പം he falls in love with the offense committed by നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നൊരു വാച്ചാണ് അദ്ദേഹത്തിന് ജയിലിലടക്കപ്പെടാനായിട്ടുള്ള കാരണം. അപ്പോൾ he falls in love with Ram, the jailer's daughter, who was angry for he has caught cold. അപ്പം എന്താ പറയുക, അദ്ദേഹം അവിടുത്തെ ജയിലറിൻ്റെ മകളായിട്ടുള്ള റാം എന്നുള്ള ഒരു പെൺകുട്ടിയായിട്ട് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി. The hero finds stranger things in the capital. He is surprised to hear a person accused of misappropriation has recovered from the disease. അപ്പം ആ ക്യാപിറ്റലിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. അപ്പം അതിൽ ഒരാൾക്ക് കിട്ടിയ പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖം മാറിയപ്പോൾ അയാൾ അതിന് ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഈ അസുഖം ഉള്ളത് വെച്ചിട്ട് മീൻസ് അങ്ങനെ ആണ് പറയുന്നത്. The people too have strange attitude in regard to various issues. അപ്പം ആളുകൾക്കും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു ഓരോ കാര്യങ്ങൾക്കും, മീൻസ് വേറൊരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. സോ the people would not accept anything after a particular date. There are musical bands whose coins are different. There is a college of unreason where research is done on hypothetical language. After seeing all these things, the hero escapes from the island from Ram. അപ്പോൾ എന്താ പറയണ വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അവിടെ മ്യൂസിക്കൽ ബാങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മ്യൂസിക്കൽ ബാങ്ക്സിൻ്റെ കോയിന് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ കോളേജ് ഓഫ് ഫണ്ട്റൈസൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതും എന്താ പറയുക, ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ലാംഗ്വേജിൽ സാങ്കല്പിക ഭാഷയിലാണ് അവിടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ആഫ്റ്റർ സീയിങ് ഓൾ ദീസ് തിങ്സ് ഹീറോ എസ്കേപ്പ് ഫ്രം ദ ഐലൻഡ് വിത്ത് റാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം റാം എന്നുള്ള ആ പെൺകുട്ടിയായിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ്. Then Foster explains the reason why it has influenced him. First, the novel is satiric. The topsy-turvy approach is adopted to criticize the contemporary society. Butler laughs at many of the habits and follies of the Englishman. For example, the musical bands stand for the Church of England and the College of Unreason stands for the Oxford and Cambridge. Hypothetical languages refer to Latin and Greek, which are considered dead languages. Their criminals are treated as patients. The colonization motives of the British are made fun of through the collection of funds for the formation of an expeditionary force. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു എന്താ പറയുക, ഈ ഒരു നോവൽ ഇഷ്ടമായതെന്നുള്ളത് ആണ് പറയുന്നത്. നോവൽ ഒരു സറ്റയറിക്കാണ്, ആക്ഷേപഹാസ്യമാണെന്നാണ് പറയുന്നത്. അപ്പം അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി ആകെ മൊത്തത്തിൽ തകിടം മറിഞ്ഞ് കിടക്കുകയാണല്ലോ, അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ ഒരു ഹാസ്യ രൂപേണയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളുടെ ചില ഹാബിറ്റ്സ്, അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന കുറേ പൊട്ടത്തരങ്ങളെയൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതിലെ മ്യൂസിക് ബാങ്ക് എന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്, മീൻസ് പേര് വേറെയാണെങ്കിലും അത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെയാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോളേജ് ഓഫ് അൺറീസൺ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജുമാണ്.
ഈ ഹൈപ്പോത്തറ്റിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് മീൻസ് ഇങ്ങനെ സാങ്കല്പിക ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിനും ഗ്രീക്കുമാണ്. അതിനെ ഇങ്ങനെ ഡെഡ് ലാംഗ്വേജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ക്രിമിനൽസിനെയൊക്കെ പേഷ്യൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കോളനൈസേഷൻ, ബ്രിട്ടീഷിൻ്റെ കോളനൈസേഷനെ കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവിടെ ഈ കളക്ഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മീൻസ് ബ്രിട്ടീഷുകാരുടെ കോളനൈസേഷൻ, മറ്റുള്ള രാജ്യങ്ങളെ ഭരിച്ച് കോളനിവൽക്കരിക്കപ്പെടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ കളിയാക്കിക്കൊണ്ടാണ് നമ്മളെ റൈറ്റർ ഇതിൽ എഴുതിയിട്ടുള്ളത്. The reason for his choice are as follows. After reading the book, he felt that he could have written it. Next, the novelist has adopted a technique which is a blend of realism and fantasy. Finally, the book is full of strange machines. So Foster concludes that the book has made a strong influence on him. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം ഇഷ്ടമാവാനുള്ള കാരണങ്ങൾ പറയുന്നത്, ഈ പുസ്തകം വായിച്ചതിന് ശേഷം അദ്ദേഹമായിരുന്നു ആ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ എന്ന് തോന്നി. പിന്നെ എന്താ പറയണത് വെച്ചാൽ, ഈ റിയലിസം, യാഥാർത്ഥ്യവും ഭ്രമവും കൂടെ മിക്സ്ഡപ്പ് ആയിട്ടാണ് ഈ ഒരു നോവലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയണത് അതിൽ നിറയെ സ്ട്രേഞ്ച് മെഷീൻസ് ഉണ്ട്. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. Question and answers. What is the name of the book which influenced E.M. Foster, who wrote it? Around is a book which influenced E.M. Foster and the novel was written by Samuel Butler. അപ്പം E.M. ഫോസ്റ്ററിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ബുക്കിൻ്റെ പേര് അത് ആരാണ് എഴുതിയതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എറോൺ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് ആരാണ്? സാമുവൽ ബട്ട്ലറാണ്. Second question is, what type of society is pictured in Iran? The novel describes the story of Hicks in a strange and unknown land. The name of the land is an anagram of nowhere. Their crimes are dealt with illnesses. Hicks meets Mr. Nosnibor, who was said to have recovered from embezzling a large sum of money, but when Hicks gets a mild attack of cold, he is looked upon as a criminal. There were two types of banks. One deals with cash and others is the musical bank. The currency issued by the musical bank is widely respected but no exchange value. All rich men claim to be supporters of musical banks. Butler, to show the real position of Church of England, creates a musical bank which has no practical value. അപ്പോൾ ഈ നോവൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ പറയുക, ഹിക്സിൻ്റെ സ്റ്റോറിയെ കുറിച്ചാണ്. അപ്പം എന്താ പറയുക, ഒരു സ്ട്രേഞ്ച് അൺനോൺ ലാൻഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ലാൻഡിൻ്റെ പേരെന്ന് പറയുന്നത് അനാഗ്രാം എന്നാണ്. അപ്പം അനഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിലെയോ അല്ലെങ്കിൽ വാക്യത്തിലെയോ അക്ഷരങ്ങളുടെയും മാറ്റി മറിച്ച് മറ്റൊരു പദമോ വാക്കോ രചിക്കുന്നതിനാണ് അനഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നവർ എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഇല്ലാത്ത. അപ്പം അവിടെ ഈ ആളുകൾ തെറ്റ് ചെയ്യണതിന് എന്താ പറയുക, അസുഖമായിട്ടാണ് കണക്കാക്കുന്നത്, ഇൽനെസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഹിക്സ് നോസ്നിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കാണുകയാണ്. അപ്പം അദ്ദേഹം എന്താണ് ഇങ്ങനെ ഹു ഹാസ് സെഡ് ടു ഹാവ് റിക്കവേർഡ് ഫ്രം അപ്പോൾ എന്താണ് ഒരുപാട് പൈസയൊക്കെ ദൂരത്തടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ബട്ട് വെൻ ഹിക്സ് ഗെറ്റ്സ് എ മൈൽഡ് അറ്റാക്ക് ഓഫ് കോൾഡ് ഹി ഈസ് ലുക്ക്ഡ് അപ്പോൺ ആസ് ഹിക്സിന് ഒരു ചെറിയ കോൾഡ് വരുമ്പോൾ അയാളെ ഒരു ക്രിമിനലായിട്ട് എല്ലാവരും കണക്കാക്കുക. അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ബാങ്ക് ഉണ്ട്, ഒന്ന് ക്യാഷിനുള്ളതും ഒന്ന് മ്യൂസിക്കൽ ബാങ്കും. അപ്പോൾ മ്യൂസിക്കൽ ബാങ്കിലെ കറൻസി പറയണതിന് അതിന് നോ എക്സ്ചേഞ്ച് വാല്യൂ. ഇപ്പം നമ്മൾ ഇപ്പം നോട്ട് കൊടുക്കാൻ പറ്റില്ല, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാ റിച്ച് മാനും മ്യൂസിക്കൽ ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ട്ലർ എന്താ അവിടെ പറയണത് വെച്ചാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവിടെ ഉണ്ട്, മ്യൂസിക്കൽ ബാങ്ക് പോലെ തന്നെ അതിനൊരു പ്രാക്ടിക്കൽ വാല്യൂ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിസ്ക്രൈബ് ദ കോളേജ് ഓഫ് അൺറീസൺ. In the College of Unreason, a hypothetical language is taught. It was never used outside the institution. The author has obviously Oxford and Cambridge in mind, and the dead languages like Greek and Latin are taught there. അപ്പോൾ ഈ കോളേജ് ഓഫ് അൺറീസണിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാങ്കല്പിക ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്തല്ല അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ ഓക്സ്ഫോർഡും ക്യാംബ്രിഡ്ജും ഒക്കെയാണ് നമ്മളെ റൈറ്ററിൻ്റെ മൈൻഡിൽ. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ലാംഗ്വേജസ് ആണ് ഗ്രീക്കും ലാറ്റിനും. അതൊക്കെ എന്താണ് ഡെഡ് ലാംഗ്വേജസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. Write a note on the technique adopted by Samuel Butler. Foster says that the technique of novel is to be found in muddling up the actual and the impossible. അപ്പം എന്താ പറയുക, ഇവിടെ നമ്മൾ സാമുവൽ ബട്ട്ലർ യൂസ് ചെയ്ത ടെക്നിക്കിനെ കുറിച്ച് ഫോസ്റ്റർ പറയണത് എന്താ വെച്ചാൽ, നോവല് ആക്ച്വലും ഇമ്പോസിബിളിൻ്റെയും ഇടയിൽ കലഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് ചില കാര്യങ്ങൾ നമുക്ക് ഓക്കെ റിയലിസ്റ്റിക് ആയിരിക്കും, ചിലത് എന്താണ് മീൻസ് ഒറിജിനലി നടക്കാത്ത സാങ്കല്പികമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. മെൻഷൻ സം ബുക്സ് വിച്ച് ഇൻഫ്ലുവൻസ്ഡ് E.M. ഫോസ്റ്റർ നെഗറ്റീവ്ലി. അപ്പോൾ ചില പുസ്തകങ്ങൾ E.M. ഫോസ്റ്റർ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ബുക്സ് വിച്ച് ഇൻഫ്ലുവൻസ് E.M. ഫോസ്റ്റർ നെഗറ്റീവ്ലി ആർ കൺഫെഷൻസ് ഓഫ് സെൻറ്റ് അഗസ്റ്റൈൻ, മാക്വെലീസ് പ്രിൻസ്, സ്വിറ്റ്സ്, ഗുലിവർ ട്രാവൽസ് ആൻഡ് ഹീറോസ് ആൻഡ് hero worship by Carroll. St. Augustine wants people to be good, but E.M. Foster does not approve of the way that is suggested. St. Augustine എന്താണ്, ആളുകളിലെ നന്മയുള്ളവരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്, നല്ലവരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ E.M. ഫോസ്റ്റർ ആ ഒരു എന്താ പറയുക പറയുന്നതിനോട് യോജിക്കുന്നില്ല. സോ ഹി ഓൾസോ ഡസ് നോട്ട് അപ്രൂവ് മാക്വെല്ലീസ് കോൾ. അതുപോലെ തന്നെ അദ്ദേഹം മാക്വെല്ലിയുടെ കോൾ എന്നുള്ള വർക്ക് അതിനോട് യോജിക്കുന്നില്ല. ഈ ഇൻഹ്യൂമൻ ക്ലെവർനെസ് ആണ് അതിലുള്ളത്. മീൻസ് മനുഷ്യത്വരഹിതമായിട്ടുള്ള കൂർമ്മത എന്നൊക്കെ പറയും. അതുപോലെ തന്നെ റിഗാർഡിംഗ് സ്വിഫ്റ്റ്, E.M. ഫോസ്റ്റർ സേസ് ദാറ്റ് ഡസ് ലൈക്ക് ഗുലിവേഴ്സ് ട്രാവൽസ് ബിക്കോസ് ദ നോവൽ ഇസ് ടു സാവേജ് ഫോർ ഹിം. അദ്ദേഹത്തിന് ആ ബുക്ക് ഇഷ്ടം അല്ല. കാരണം എന്താണ്, അത് ഇങ്ങനെ സംസ്കാരശൂന്യരുടെ ഒരു ഇതുള്ള ബുക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Propaganda and Demotic Speech by Orwell. George Orwell was born in 1903 at Motihari in Bengal. His original name was Eric Blair. The family was poor and Orwell's father's pension was not enough to meet the expenses. He was good at his studies and obtained scholarship to pursue his school education at Eton. Later, he went to Burma to serve as a policeman and returned to England in 1927. His novel Burmese Days and his collection of essays Shooting an Elephant reveal his experiences in Burma. Some of other works by Orwell are The Clergyman's Daughter, Keep the Aspidistra Flying, The Road to Vegan Pyre, Homage to Catalonia, Coming Up for Air, Animal Farm and 1984. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1903 മോട്ടിഹാരി ബംഗാളിലാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എറിക് ബ്ലെയർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പെൻഷൻ കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പഠനത്തിലൊക്കെ വളരെ മുൻപതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ എന്താ പറയുക സ്കോളർഷിപ്പ് കിട്ടി. പിന്നീട് പഠനശേഷം അദ്ദേഹം ബർമയിൽ ഒരു പോലീസുകാരനായിട്ട് ജോലി ചെയ്തു. പിന്നീട് 1927 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ നോവൽസ് ആണ് ബർമീസ് ഡേയ്സ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് എസ്സേസ് ആണ് ഷൂട്ടിങ് ആൻഡ് എലഫൻറ്റ്. അത് എലഫൻസിൻ്റെ മീൻസ് അതൊരു എക്സ്പീരിയൻസിന് ബർമയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെയുള്ള ചില വർക്ക്സാണ് ക്ലർജിമാൻസ് ഡോട്ടർ, കീപ് ദ ആസ്പിഡിസ്ട്ര ഫ്ലൈയിങ്, ദ റോഡ് ഓഫ് വിഗാൻ പയർ, ഹോമേജ് ടു കാറ്റലോണിയ, കമ്മിങ് അപ്പ് ഫോർ എയർ, അനിമൽ ഫാം ആൻഡ് 1984. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ, in his essay Propaganda and Demotic Speech, Orwell criticizes the bombastic and high-sounding words used in government booklets, newspapers, articles, broadcast of politicians, and the propaganda literature of political parties. Common man could not understand it. There is a tendency to avoid ordinary language, which is clear and popular. Clarity is the essence of speaking and writing, and the words and expressions used in propagandic speech writing should be readily understood by the people to whom they are addressed. They must make an impression on the people and impel them to action. Orwell regrets that this basic fact is forgotten by the propagandists. ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു എസ്സേയിൽ പറയണത് എന്താ വെച്ചാൽ, ഈ എന്താ പറയുക ഇങ്ങനെ ഗവൺമെൻറ് ബുക്ക്ലെറ്റ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ, ബ്രോഡ്കാസ്റ്റ്, പൊളിറ്റീഷ്യൻസ് ബ്രോഡ്കാസ്റ്റിൽ, അതുപോലെ തന്നെ
പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രചരണത്തിലൊക്കെ എന്താ അവർ യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. ബോംബാസ്റ്റിക് മീൻസ് എന്താ വിടുവായത്തം പറയുക, അങ്ങനെ ഒരുപാട് ശബ്ദവും ഇതൊക്കെ ആയിട്ട് മീൻസ് കടുകട്ടിയുള്ള വാക്കുകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിനെ അദ്ദേഹം കളിയാക്കി പറയുന്നുണ്ട് ഇവിടെ. അപ്പം എന്താ പറയുക, അവരിങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവില്ല. മീൻസ് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കണം. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കടുകട്ടി വാക്കുകൾ എന്താ പറയുക ഒക്കെ പറയുമ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഓർഡിനറി ലാംഗ്വേജ് അവോയ്ഡ് ചെയ്തിട്ട്, മീൻസ് ക്ലിയറും പോപ്പുലർ ആയിട്ടുള്ള ഓർഡിനറി ലാംഗ്വേജ് അവോയ്ഡ് ചെയ്തിട്ട് ഇവർ ഇങ്ങനെയുള്ള ഭാഷയിലാണ് സംസാരിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ഒക്കെ നമുക്ക് അതിനൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെ എന്താ പറയുക, ഇങ്ങനെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സ്പീച്ചൊക്കെ എന്താണ് എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളതാവണം. അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ ഓർവെല് ഇങ്ങനെയുള്ള പ്രചരണം, അവരുടെ ഈ ഒരു പ്രചരണത്തിനോട് എതിർപ്പാണ് അദ്ദേഹം പറയുന്നത്. Orwell gives the example of ARP siren signal during the war. Most of the people did not know which sound meant alert and which all clear. This was because the posters described alert as a babbling note. This did not make an impression and the air raid sirens do not warble. Orwell points out quite humorously that during war time, Richard Ackland appointed mass observers to draw up a list of high-sounding and abstract words used in politics. അപ്പോൾ ഈ എന്താ പറയുക, ARP സൈറൻ സിഗ്നലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിലിങ്ങനെ അലേർട്ട്, ക്ലിയർ എന്ന് പറയും, ആളുകൾക്ക് മനസ്സിലാവില്ല എന്താണ് പറയണമെന്നുള്ളത്. അപ്പം എന്താണ്, അതൊരു വേറൊരു രീതിയിലുള്ള സൗണ്ടായിട്ടാണ്, അതുകൊണ്ട് അത് മനസ്സിലാവില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ തമാശയിൽ പറയുന്നുണ്ട്, ഈ യുദ്ധസമയത്തൊക്കെ റിച്ചാർഡ് ആക്ലാൻഡ് ഒരുപാട് ഒബ്സർവേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഹൈ സൗണ്ടിങ് അബ്സ്ട്രാക്ട് വേർഡ്സ് പൊളിറ്റിക്സിൽ അവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ മനസ്സിലാക്കാനായിട്ട്. A group of sailors at a pub ignored their radio broadcast as they could not understand anything, but when a soldier narrated his experience, everyone seemed to understand the crisis. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്, നാവികർ ഇങ്ങനെ പബ്ബിലിരിക്കുകയാണ്. അപ്പോൾ റേഡിയോ ബ്രോഡ്കാസ്റ്റ് കേൾക്കും, പക്ഷെ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരു സോൾജർ വന്നിട്ട് അയാളുടെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി. അപ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. This shows that simple downright speech alone will catch attention. Instead of using phrases like expropriate the expropriation, we use phrases like make Germany pay. അപ്പോൾ എന്താ ഇതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മളെ നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ നമ്മളോട് പറയണമെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ വേഗമായിട്ട് മനസ്സിലാവും. അല്ലാണ്ട് ഇങ്ങനെ എക്സപ്രോപ്രിയേറ്റ് എന്നുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് എന്താ പറയുക, അവകാശം ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, മനസ്സിലാവില്ല, ആളുകൾക്ക് മനസ്സിലാവില്ല, അവർ ശ്രദ്ധിക്കില്ല. Orwell gives a number of examples to prove that some of the slogans uttered by political leaders are not understood by the masses. When Orwell criticizes the Marxist dialect, many socialists protest that he was insulting the language of the working class. Similarly, Lasky contended the Eliot's language could be understood only by the few, but Orwell points out that many of the Eliot's lines are the simplest in English. In fact, Lasky's own sentences are pedagogic. അപ്പോൾ ഓർവെൽ പറയണത് എന്താണ് വെച്ചാൽ, ഈ പൊളിറ്റിക്കൽ റീഡേഴ്സ് പറയുന്ന സ്ലോഗൻസ് ഒന്നും ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അതിനായിട്ട് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരുടെ ആ ഒരു ഡയലക്റ്റിനെ, ആ ഒരു രീതിയെ, ശൈലീനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ലാംഗ്വേജസിനെ ഇൻസൾട്ട് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് സോഷ്യലിസ്റ്റുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമിലർലി ലാസ്കി കണ്ടൻറ്റഡ് എലിയറ്റ്സ് ലാംഗ്വേജ് കുഡ് ബി അണ്ടർസ്റ്റുഡ് ഓൺലി ബൈ ദ ഫ്യൂ. എലിയറ്റിൻ്റെ ലാംഗ്വേജൊക്കെ കുറച്ച് പേർക്ക് മനസ്സിലാവുമെന്നുള്ള അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഓർവെൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ എലിയറ്റിൻ്റെ വാക്കുകളിൽ
കുറേ സിമ്പിൾ ഇംഗ്ലീഷിൽ സിമ്പിൾ ലാംഗ്വേജസ് ഉണ്ട്, സിമ്പിൾ വേർഡ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്കിയുടെ ഓൺ സെൻറ്റൻസസ് പെഡഗോജിക്കാണ്. Then Orwell pleads propaganda writing and speaking should be as far as possible near to spoken English. Only spoken English will reach the masses. Every writer would have message to convey must ask himself he can reduce his sentences similar to the spoken form. Since the BBC talks are written down by sound dull and everyone switch on the radio when a talk is announced, only colloquial English can catch the attention of the common man. BBC's educated accent is understood by very few. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രചരണത്തിൻ്റെ എഴുത്തിൻ്റെ സംസാരത്തിൻ്റെ ഇതിൽ ഉള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമേ ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഓരോ റൈറ്റേഴ്സിനും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അയാൾ എന്താ പറയുക, സെൻറ്റൻസസ് ചുരുക്കിയിട്ട് ചെറിയ ഒരു സ്പോക്കൺ ഫോമിലെ പോലെയൊക്കെ ചെയ്യണം. അപ്പോൾ BBC ടോക്സ് എഴുതിയിട്ട് എന്താ പറയുക ആണ്, BBC ടോക്സ് എഴുതപ്പെട്ടതാണ്. അപ്പം എന്താ പറയുക, അത് വളരെ ഡള്ളായിട്ട് തോന്നും. അപ്പം ഇങ്ങനെ എല്ലാവരും എന്താണ് റേഡിയോ ഓണാക്കിയിട്ട് ഇതൊക്കെ അനൗൺസ് ചെയ്യാനായിട്ട് കാത്തിരിക്കും. അപ്പോൾ കൊളോക്കിയൽ ഇംഗ്ലീഷ് മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. BBCയുടെ എഡ്യൂക്കേറ്റഡ് ആക്സെൻറ്റ് വളരെ കുറച്ച് ചുരുക്കം പേർക്കേ മനസ്സിലാവുള്ളൂ. Orwell suggests that a fairly good speaker must be asked to talk. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വായനക്കാരാണ് അയാളോട് സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാളോട് സംസാരിക്കാനായിട്ട് പറയണം. Let a stenographer take down the speech verbatim with punctuations. അപ്പോൾ ഒരു സ്റ്റെനോഗ്രാഫറിനെ വെർബാറ്റിയും പങ്ക്ച്വേഷനും വെച്ചിട്ട് എന്താ പറയുക, വെർബാറ്റിം എന്ന് പറഞ്ഞാൽ അക്ഷരപ്രകാരമുള്ള പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറയണം. അതുപോലെ തന്നെ repeat this with a number of speakers and then compare the speeches and arrive at some broad rules governing spoken English which as a writer should be keep in mind. അപ്പോൾ എന്താ പറയുക, ഈ സ്പീക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എന്താ പറയുക, ഇങ്ങനെ സ്പീച്ചസിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ എന്താ റൂൾസിൽ എത്തുക, സ്പോക്കൺ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ അതൊക്കെ റൈറ്റർ മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ലിറ്ററേച്ചറിൻ്റെ പ്രചാരണത്തിൻ്റെ രീതിക്ക് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് അത് അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആൻസേഴ്സ്. ഹൗ ഡസ് ഓവൽ ആർഗ്യൂ വിത്ത് എ ഫേവർ ഓഫ് കോമൺ മാൻ? എങ്ങനെയാണ് കോമൺ മാൻ്റെ അവരോട് യോജിച്ചിട്ട് ഓർവെൽ സംസാരിക്കുന്നത്? ഓർവെൽ സേസ് ദാറ്റ് ദ കോമൺ മാൻസ് ലാംഗ്വേജ് ഇസ് ഫോർഗോട്ടൺ. സാധാരണക്കാരുടെ ഭാഷ മറന്നു പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി സേസ് വെൻ വൺ എക്സാമിൻസ് ദ ഗവൺമെൻറ് ലീഫ്ലെറ്റ്സ് ആൻഡ് വൈറ്റ് പേപ്പേഴ്സ് ഓർ ലീഡിംഗ് ആർട്ടിക്കിൾസ് ഇൻ ന്യൂസ് പേപ്പർ ഓർ ദ സ്പീച്ചസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഓർ ദ പാംപ്ലെറ്റ്സ് ആൻഡ് മാനിഫെസ്റ്റോസ്, one will come to the conclusion that they don't speak the language common man and he is completely removed from them. എന്താ പറയുക വെച്ചാൽ, ഇപ്പം ഗവൺമെൻറ് ലീഫ്ലെറ്റ്, വൈറ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ന്യൂസ് പേപ്പറിലുള്ള അല്ലെങ്കിൽ സ്പീച്ച് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ്, പൊളിറ്റീഷ്യൻസിൻ്റെ ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാംപ്ലെറ്റ് താളികൾ, എന്താ പറയുക, അങ്ങനെയുള്ള ഇതിലൊക്കെ എന്താ പറയുക വെച്ചാൽ ലഘുലേഖ, അതിലൊക്കെ പ്രകടന പത്രികയിലൊക്കെയുള്ള യൂസ് ചെയ്തിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഭാഷയല്ല, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഭാഷയല്ല. അപ്പോൾ അതുപോലെ തന്നെ ആ ഭാഷ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ആർ ദ ബ്ലഡ്ലെസ് ഡയലക്ട്സ് ഓഫ് ദ ഗവൺമെൻറ് സ്പോക്സ്മാൻ? ദേ ആർ ഇൻ ഡ്യൂ കോഴ്സ് നോ സ്റ്റോൺ അൺടേൺഡ്. ടേക്ക് ദ ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ ആൻസർ ഇസ് ഇൻ ദ അഫർമേറ്റീവ്. അപ്പം ഗവൺമെൻറ് സ്പോക്സ്മാൻ്റെ ഗവൺമെൻറ് പ്രതിനിധികളുടെ ബ്ലഡ്ലെസ് ഡയലക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അവർ ഡ്യൂ കോഴ്സിലാണ്. ഒരു സ്റ്റോൺ പോലും അൺടേൺ ചെയ്യില്ല, തിരിച്ച് ഇങ്ങനെ വയ്ക്കില്ല. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കും. ആൻസർ അഫർമേറ്റീവിലാവും. വാട്ട് അക്കോർഡിംഗ് ടു ഓർവെൽ
are the archaic words. The archaic words are peril, valor, might, foe, succor, vengeance, dastardly, rampart, bulwark, and bastion. Orwell says that normal person will not use such words. ഈ ആർക്കൈക് വേർഡ്സ് എന്ന് പറയുന്നത് അദ്ദേഹം എന്തിനാണ് ഈ പുരാതനമായ വാക്കുകൾ അത് എന്ന് പറയുന്നത് പെറിൽ, വാലർ, മൈറ്റ്, ഫോ, സക്കർ, വെഞ്ചിയൻസ്, റാംപാർട്ട്, ബൾവർക്ക് ആൻഡ് ബാസ്റ്റിയൻ ഇതൊക്കെയാണ്. അതൊന്നും നോർമൽ പേഴ്സൺസ് യൂസ് ചെയ്യുന്ന വാക്കുകളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, പെരിൽ എന്ന് പറയുമ്പോൾ ആപത്ത്, വീര്യം കൂടി ആപത്ത്, അല്ലെങ്കിൽ ഫോ എന്ന് പറയുന്നത് വിരോധി, അതുപോലെ സക്കർ എന്ന് പറഞ്ഞാൽ സഹായി, വെഞ്ചിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതികാരം, അങ്ങനെയൊക്കെയാണ് ഇതിലെ അർത്ഥങ്ങൾ വരുന്നത്. In what context does Orwell recall Harold Lasky and T.S. Eliot? Orwell wants to explain the types of language one can easily understand. Once Lasky commented on T.S. Eliot, who wrote only for the few, which means that T.S. Eliot's writings were not understood by all. But Orwell says that T.S. Eliot is one of the few writers who have tried seriously to write English as it's spoken. But Lasky's own sentences are pedagogy. അപ്പോൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഓർവെൽ ഹാരോൾഡ് റാസ്കിനെ അതുപോലെ തന്നെ ടി എസ് എലിയറ്റിനെയൊക്കെ റീകോൾ ചെയ്യുന്നത്? ഓർവെലിന് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞു, പെട്ടെന്ന് മനസ്സിലാവുന്ന ആ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നു. ഒരു ദിവസം ലാസ്കി ടി എസ് എലിയറ്റിനെ കുറിച്ച് കമൻറ്റ് ചെയ്തത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ ടി എൽ ആണ് ശരിക്ക് സീരിയസ് ആയിട്ട് ആ എഴുത്തിനെ വായിക്കാൻ മനസ്സിലാവുന്ന വായനയായിട്ട് സംസാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്കിൻ്റെ സ്വന്തം സെൻറ്റൻസ് പെഡഗോജിക്കാണെന്നാണ് പറയുന്നത്. ഹൗ ഡസ് ഓർവെൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ്? അക്കോർഡിംഗ് ടു ഓർവെൽ, സ്പോക്കൺ ഇംഗ്ലീഷ് is full of slang and abbreviated wherever people of all social classes treat its grammar and syntax in a slovenly way. But words used in writing has no real currency in speech and many words are obsolete. സ്പോക്കൺ ഇംഗ്ലീഷിനും റിട്ടൺ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓർവെൽ പറയുന്നത്? ഓർവെൽ പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഫുൾ ഓഫ് സ്ലാങ് ആണ്, വളരെ ചുരുക്ക രൂപത്തിലുള്ള സാധനങ്ങളാണ് അവിടെ പോസിബിൾ ആവുള്ളൂ. പല സോഷ്യൽ ക്ലാസ്സിലുള്ള ആളുകൾ ഗ്രാമർ, സിൻടാക്സും ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷേ വാക്കുകൾ എന്ന് പറയുമ്പോൾ എഴുതാനാണ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കറൻസി ഒന്നുമില്ല സ്പീച്ചിൽ. അതുപോലെ തന്നെ അതിൻ്റെ വേർഡ്സ് എന്ന് പറയുന്നത് ഒബ്സലേറ്റ് ആണെന്ന്, കാലഹരണപ്പെട്ടതാണെന്ന്. What is the advice given by Orwell to the propagandists? Orwell feels that journalistic writings and political manifesto have no mass appeal. To bring about a greater influence in the style of the propaganda, he has to be changed. ഓർവെല്ലിൻ്റെ അഭിപ്രായത്തിൽ പ്രചരണം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓർവെല്ലിന് തോന്നുന്നത് ജേർണലിസ്റ്റിക് റൈറ്റിങ്ങും പൊളിറ്റിക്കൽ പഠനപത്രികയൊക്കെ എന്താ പറയുക, അതിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. അങ്ങനെ വളരെയധികം താല്പര്യം കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഇവരുടെ പ്രചരണ രീതിക്ക് ഒരു മാറ്റം വരുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. That's all about this one. We will continue it in the next class.